ശ്ലീഹകാലം 1-ാം വ്യാഴം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ദേവാലയ ശുദ്ധീകരണം. ജെറുസലേം ദേവാലയത്തിനോടനുബന്ധിച്ച് ബലിവസ്തുക്കളുടെ വിൽപ്പനയിലും നാണയമാറ്റത്തിലും നടന്നിരുന്ന അനീതിയോടുള്ള യേശുവിൻ്റെ പ്രതികരണം പഴയ നിയമ പ്രവാചകരിലൂടെ തീഷ്ണതയിലും ഉപരിയായിരുന്നു. എൻ്റെ നാമം വഹിക്കുന്ന ഈ ദേവാലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയും. ദേവാലയ കർമ്മങ്ങൾ ബാഹ്യതലത്തിൽ മാത്രം ഒരുങ്ങി നിന്ന് ആന്തരിക വിശുദ്ധിയിലേക്ക് മങ്ങലേൽക്കുന്ന സമയങ്ങളിലൊക്കെ പ്രവാചകരിലൂടെ സ്വന്തം ജനത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. ബാഹ്യ പ്രകടനത്തേക്കാൾ ആന്തരിക ശുദ്ധിയാണ് ദൈവം വിലമതിക്കുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചു. എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടനെ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. വെള്ളി ഉലയിൽ ശുചീകരിക്കുന്നവനെ പോലെ അവൻ അവരെ ശുചീകരിക്കും. യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുചീകരിക്കും. ശാന്തശീലനും വിനീതഹൃദയനുമായ ഈശോയുടെ വ്യക്തിത്വത്തിന് ചേരാത്ത ഒന്നാണ് യേശുവിൻ്റെ ഈ ശുചീകരണ പ്രവൃത്തി എന്ന് ചിത്രീകരിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നതിന് തടസ്സമായി നിലനിൽക്കുന്നതിനെതിരെയാണ് യേശു പ്രതികരിക്കുന്നത്. ഒരു നല്ല പിതാവ് സ്വപുത്രനെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെയാണിത്. മാത്രമല്ല, 46 വർഷം കൊണ്ട് പുനരുദ്ധീകരിച്ച ദേവാലയം വെറും 3 ദിവസങ്ങൾ കൊണ്ട് പുനരുദ്ധീകരിക്കാൻ വന്നവനാണ് യേശു. മനുഷ്യഹൃദയമാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ ആലയം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ ദേവാലയമാണ്. ദൈവത്തിന് വസിക്കാൻ പ്രാപ്തമായ ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാകണം നാം എന്ന മുന്നറിയിപ്പാണ് യേശുവിൻ്റെ ദേവാലയ